ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ റെസിപ്പി മുട്ടക്കറി ആട്ടോ. എത്ര എളുപ്പത്തിലാണെന്നറിയോ ഈ കറി ഉണ്ടാക്കാൻ പറ്റുക. ഇങ്ങനത്തെ ബാച്ചിലേഴ്സിന് വേണമെങ്കിൽ ഉണ്ടാക്കാം. ഇതാന്ന് പറയുമ്പോൾ ഉണ്ടാക്കാം. ഇങ്ങനെ സബോള ഒന്ന് വഴട്ടാൻ സമയം ഇങ്ങനെ ചിലവാക്കണ്ട. നമുക്ക് കുക്കറിനകത്തിട്ട് അങ്ങ് എന്ത് വേണം ചെയ്യാന്ന് പറഞ്ഞ പോലെ അത്ര ഈസി ആട്ടോ. അപ്പം ഞാനിവിടെ 2 വലിയ സബോള എടുത്തേക്കുന്നത്, തക്കാളി എടുത്തിട്ടുണ്ട് 2 ഒരു മീഡിയം ടൈപ്പ് തക്കാളി കേട്ടോ. പിന്നെ ഒരു പച്ചമുളക് എടുത്തിട്ടുള്ളൂ. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഒന്ന് ചതച്ച് വെച്ചത് കേട്ടോ. ഇത്രയും കൂടിയിട്ട് ഒരു കുക്കറിനകത്ത് ഇട്ടിട്ട് അതിൽ ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കൈ കൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ മിക്സിങ്ങിലാണ് അതിൻ്റെ ടേസ്റ്റ്. നമ്മൾ ഉള്ളി ഇങ്ങനെ വഴട്ടിക്കൊണ്ടിരിക്കുന്നില്ലല്ലോ, അപ്പോൾ അതിൻ്റെ വലിയ മിക്സിങ്ങിലാണ് അതിൻ്റെ ടേസ്റ്റ് കേട്ടോ. എന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിക്കാം കേട്ടോ. കുറച്ച് ഒഴിച്ചാൽ മതി. കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് മിക്സ് ചെയ്യാം കേട്ടോ. നമ്മൾ വെളിച്ചെണ്ണ ആട്ടിയ വെളിച്ചെണ്ണ അത് അടിയിൽ ഇങ്ങനെ ഊറിക്കുന്നേ. അപ്പോൾ അതും കൂടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചിട്ട് നമുക്ക് അത് അടുപ്പത്ത് വെക്കാം കേട്ടോ. അപ്പോൾ കുക്കറിൽ ഒരു 4 വിസിലൊക്കെ വന്നോട്ടെ. അല്ലെങ്കിൽ ഒരു 2 വിസിലൊക്കെ വന്നാലും ധാരാളമാണ്. 4 വിസിലൊക്കെ വന്നാൽ നന്നായിട്ട് അങ്ങ് വേണം. ആ സമയം കൊണ്ട് നമ്മളൊരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിൽ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാല, കുറച്ച് കുരുമുളക്, ഇത്രയും ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ എണ്ണ ഒഴിച്ചിട്ട് വഴറ്റിയെടുക്കാം കേട്ടോ. നമ്മൾ ഓൾറെഡി എണ്ണ ഒഴിക്കുന്ന കാരണം പിന്നെ ഇനി ഇതിൽ വെണ്ണ ഒഴിച്ചിട്ട് ആക്കേണ്ടെന്ന് വെച്ചിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ എന്നിട്ട് അത് നമ്മൾ സവോളൊക്കെ കുക്കറിൽ വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വിസിലൊക്കെ പോയതിന് ശേഷം അതിനകത്തിട്ട് ഇതും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ നന്നായിട്ട് കണ്ടോ തിളക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് വെള്ളം പോരാൻ തോന്നുകയാണെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ചൂടുവെള്ളം ഒഴിച്ചിട്ടുണ്ട്. ആ വീഡിയോ എൻ്റെ മിസ്സായിപ്പോയി. ചൂടുവെള്ളം ഒഴിച്ചിട്ടുണ്ട് കുറച്ച്. അപ്പോൾ കുറച്ചും കൂടി നമുക്കിങ്ങനെ വെള്ളം, അതായത് ഗ്രേവി ഉണ്ടാവും. അങ്ങനെ നമുക്ക് എത്ര ഗ്രേവി വേണോ അത്രയും വെള്ളം ഒഴിക്കാം കേട്ടോ. ഇതിനകത്തിട്ട് മുട്ട ഇടുന്ന സമയത്ത് നമ്മൾ മല്ലിയിലയും കൂടി ഇടുകയാണെങ്കിൽ നല്ലൊരു സ്മെല്ലും കൂടി കിട്ടും കേട്ടോ. ഇവിടെ മല്ലിയില സ്റ്റോക്ക് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ മല്ലിയില ആഡ് ചെയ്തിട്ടില്ല. മുട്ട ഇങ്ങനെ വരണ്ട് വെച്ചിട്ട് ഉപ്പിട്ടിട്ട് പുഴുങ്ങിയ മുട്ടയാണ്. അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റ്. ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും വെള്ളപ്പത്തിനും ഒക്കെ കഴിക്കാം കേട്ടോ. അപ്പോൾ ഡെഫിനറ്റ്ലി ട്രൈ ചെയ്ത് നോക്കാം. നമ്മൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്. ലവ് യു ഓൾ. ബൈ.